അടുത്ത് മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്, ബാങ്കിങ് ഓഫ് റോഡൊക്കെ വരുന്നതാണ്. ഇതാണ് ലാസ്റ്റ് സെക്ഷൻ, ലാസ്റ്റ് ഡെറിവേഷൻ. 2 ഡെറിവേഷൻ ഉണ്ട്, ഒരു കുഞ്ഞുണ്ട് ഒരു വലുതുമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ചാനൽ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ലാ ഓഫ് കൺസർവേഷൻ ലീനിയർ മൊമെൻറ്റവും ഈ ബാങ്കിങ് കർവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റീകോയിൽ ഓഫ് ഗൺ, ഈ 3 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ അതിനകത്ത് ലെവൽ റോഡിൻ്റെ കേസ് പറയാം. അപ്പോൾ ഇവിടെ ഇത് റോഡ്, ഇവിടെ ഒരു കാർ മൂവ് ചെയ്യുന്നു. കാറ് ടേണിങ്ങിലാണെന്ന് വെച്ചോ, ടേൺ ചെയ്യണമെന്ന് വെച്ചോ. ലെവൽ റോഡാണ്, ഇതാണ് ലെവൽ റോഡ് ഉദ്ദേശിക്കുന്നത്. സ്ട്രൈറ്റ് ആയിരിക്കും. ഇതെവിടെ ടേൺ ചെയ്യണം, ഇവിടെ കാറ് ടേൺ ചെയ്യും. മുകളിലൂടെ വേണ്ട, ടേൺ ചെയ്യുന്നു. ശരി, അപ്പോൾ ഇത് ടേൺ ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സർക്കുലാർ പാത്തല്ലേ കിട്ടുന്നത്. അപ്പോൾ ഒരു കാറിന് ടേൺ ചെയ്യണമെങ്കിൽ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു ഫോഴ്സ് ആവശ്യമാണ്. അതിനെ പറഞ്ഞ പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. mv²/r. നമ്മൾ 4 ചാൽ പഠിക്കുന്നത് mv²/r. അപ്പോൾ ഒരു കാറിന് ടേൺ ചെയ്യണമെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. ഇത് ആരാണ് കൊടുക്കുന്നത്? കാറിനകത്ത് വേറൊരു ഫോഴ്സ് ഉണ്ട്. ആ ഉള്ള ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. കാരണം കാർ എവിടെ കൂടെ മൂവ് ചെയ്യുന്നത്? നമ്മുടെ റോഡിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ റോഡിനും കാറിൻ്റെ ടയറിനും ഇടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഇതിന് കറങ്ങാൻ ആവശ്യമായ അല്ലെങ്കിൽ ടേൺ ചെയ്യാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ പറഞ്ഞു തന്നത് ഇതാണ് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, കാറിന് കറങ്ങാൻ ആവശ്യം അല്ലെങ്കിൽ ടേൺ ചെയ്യാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കാറിൻ്റെ ടയറിനും റോഡിനും ഇടയ്ക്കുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഇനി കാറിന് സേഫായിട്ട് ടേൺ ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, സേഫായിട്ട് ടേൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവൈലബിൾ ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ കുറവോ അതിന് ഈക്വലോ ആവണം. കൂടാൻ പാടില്ല. കൂടിയാൽ അത് ടേൺ ചെയ്യുന്ന എന്ത് ചെയ്യും? ആക്സിഡൻറ്റ് സംഭവിക്കും, സ്കിഡ് ആവും. അപ്പം സേഫായിട്ട് ടേൺ ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവൈലബിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ആ കണ്ടീഷൻ അപ്ലൈ ആണെങ്കിൽ mv²/r എന്താവണമെന്ന് പറഞ്ഞാൽ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവൈലബിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവൈലബിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവിടെ നിന്ന് mv²/r ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എങ്ങനെ കാണുന്നത്? μsn എന്ന് മാത്രം കൊടുത്താൽ മതി. μsn. ഇനി mv²/r ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ മ്യൂസ് അതുപോലെ എഴുതി. n അങ്ങനെ കാണുന്നത് mg. n നോർമൽ റിയാക്ഷൻ, അത് കാണാൻ ഫോർമുല mg. അപ്പോൾ ഇനി കാണേണ്ടത് മാക്സിമം വെലോസിറ്റി കാണേണ്ടത്. ഈ ഇവിടെ നിന്ന് വേണത് ഇങ്ങനെ മാക്സിമം വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ ഈ ലെസ് ദാൻ പോയി ഈക്വൽ ടു. അപ്പോൾ മാക്സിമം വെലോസിറ്റി കാണുമ്പോൾ ഇവിടെ നിന്ന് 2 m കട്ടായേ, ബാക്കി ഇവിടെ നിന്ന് v² കാണുകയാണെങ്കിൽ ഇതിനകത്ത് ലെസ് ദാൻ കാണാം. r എടുത്ത് ഇവിടെ എഴുതി. അപ്പോൾ എന്താ കിട്ടുന്നത്? μs/rg. v² മാക്സ് കാണാൻ പറഞ്ഞാൽ ഈ ലെസ് ദാൻ മാറി എന്താവും? ഈക്വൽ ടു ആവും. ബാക്കി എന്താ ഉള്ളത്? μs/rg. v മാക്സ് ആണ് കാണാൻ പറയുന്നതെങ്കിൽ റൂട്ട് ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് μs/rg. ഇതാണ് ലെവൽ റോഡിലെ മാക്സിമം സ്പീഡ്, ഒരു കാറിൻ്റെ മാക്സിമം സ്പീഡ്. റൂട്ട് ഓഫ് μs/rg. ഇതാണ് ലെവൽ റോഡിൽ മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ടേണിങ്ങിൽ ലെവൽ റോഡിൽ മാക്സിമം സ്പീഡ് ആണുള്ള ഫോർമുല ഇതാണ്, റൂട്ട് ഓഫ് μs/rg. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം വെലോസിറ്റി ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്തു. നമുക്ക് ഈ വാല്യൂ ഉപയോഗിക്കുമ്പോൾ, ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ഒരു 5-നേക്കാൾ കുറവായിരിക്കും. ലെസ് ദാൻ 5 km/h ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഈ വാല്യൂ പോരാ, ഈ വാല്യൂ കൂട്ടണം. ഈ വാല്യൂ കൂട്ടിയില്ലാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കാറിൻ്റെ സ്പീഡ് ഈ മാക്സിമം വെലോസിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ കാറിന് ആക്സിഡൻറ്റ് സംഭവിക്കും, സ്കിഡായി ആക്സിഡൻറ്റ് സംഭവിക്കും. അത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി നമ്മുടെ ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. μs എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്, ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ വെലോസിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ ഫ്രിക്ഷൻ കൂട്ടേണ്ടി വരും. ഈ ഫ്രിക്ഷൻ കൂട്ടിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വിയർ ആൻഡ് ടിയർ ആണ്. അപ്പോൾ ഈ 2 പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ബാങ്കിങ് ഓഫ് റോഡ് ഉപയോഗിക്കുന്നു ചോദിക്കും. കാരണം ഇതാണ് ടേണിങ്ങുകളിൽ കർവുള്ള സ്ഥലങ്ങളിൽ ലെവൽ റോഡ്
അല്ല മാക്സിമം വെലോസിറ്റി ക്കാൾ കൂടുതലാണ് കാറിൻ്റെ സ്പീഡെങ്കിൽ കാറിന് ആക്സിഡൻറ്റ് സംഭവിക്കും. രണ്ടാമത്തത് വെലോസിറ്റി കൂട്ടുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കൂട്ടേണ്ടി വരും. ഫ്രിക്ഷൻ കൂട്ടുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിയർ ആൻഡ് ടിയർ. അപ്പം കാറിൻ്റെ വിയർ ആൻഡ് ടിയർ കുറയ്ക്കാനും ആക്സിഡൻറ്റ് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ് അല്ലെ ബാങ്ക്ഡ് റോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്താണ് ബാങ്ക് റോഡ് എന്ന് പറഞ്ഞത്? ബാങ്ക് റോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ കർവുകളിൽ ലെവൽ റോഡാണ്. അതിന് പകരം ഒരു എഡ്ജ് അല്പം നമ്മൾ എന്ത് ചെയ്യും, റൈസ് വയ്ക്കുന്നു. സാധാരണ കർവുകൾ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ സ്ലോപ്പായിട്ട് ഇരിക്കുന്നത്, അതാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയും. ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കർവുകളിൽ ഒരു എഡ്ജ് ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജൊക്കെ അല്പം എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്തിരിക്കുന്നു. അതിനെ പറഞ്ഞ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു. ഇനി അതിലെ മാക്സിമം വെലോസിറ്റി കാണും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ. ഇതെവിടെ, ഇതാണ് സ്ഥാനം ലെവൽ റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനേക്ക് അല്പം എന്ത് ചെയ്യും, റൈസ് ചെയ്തിരിക്കും. ഇത് സാധാരണ റോഡ് ഒരു എഡ്ജ് അല്പം റൈസ് ആയിരിക്കും, തീറ്റ ആംഗിൾ ഞാൻ പറയുന്നില്ല. ഒരു കാറ് ഞാൻ വരയ്ക്കുന്നില്ല, ഒരു കാർ. ഇനി ഇതിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്തു? ഫസ്റ്റ് ഇതിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും, വെയിറ്റ് mg. ഇതിന് നോർമലായിട്ട് നോർമൽ റിയാക്ഷൻ ഉണ്ട് n. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് നോർമലായിട്ട് പെർപ്പനലായിട്ട് ഇപ്പോൾ രണ്ട് ഫോഴ്സ് ഓൾറെഡി ആയി, നോർമൽ ഫോഴ്സുമായി നമ്മളെ വെയിറ്റുമായി. ഇനി പ്രശ്നം നോർമൽ റിയാക്ഷൻ ചരിഞ്ഞായിരിക്കുന്നത്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റായി. ഒന്ന് ഒന്നിങ്ങനെ സ്പ്ലിറ്റായി, അതൊന്നിങ്ങനെ സ്പ്ലിറ്റായി. അപ്പം n രണ്ടായി സ്പ്ലിറ്റായ ഇത് തീറ്റ എന്ന് പറയണേ. ഇത് തീറ്റ ആണെങ്കിൽ തീറ്റയ്ക്ക് അടുത്തുള്ളത് കോസ് തീറ്റ കമ്പോണൻറ്റ്, തീറ്റയ്ക്ക് ഇപ്പുറത്തുള്ളത് സൈൻ തീറ്റ. അപ്പോൾ ഇനി n ഇല്ല, n ചരിഞ്ഞിരുന്നതുകൊണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റായി. n കോസ് തീറ്റ, n എന്താണ്, സൈൻ തീറ്റ. ഇനി മറ്റൊരു ഫോഴ്സ് ഉണ്ട് ഇതിൻ്റെ അവിടെ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതെവിടെയാണ്? ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഇതെങ്ങനെയാണ് ചരിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് സർഫസിലൂടെ. ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, നമ്മൾ Fs എന്ന് പറയും. അതും ചരിഞ്ഞ് രണ്ടായിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവും. ഒന്ന് ഇതെവിടെ കൂടെ ഇങ്ങോട്ട്, ഒന്ന് താഴേക്ക്, ഒന്ന് ഹൊറിസോണ്ടൽ ആക്സിസ്, പിന്നെന്താണ് വെർട്ടിക്കൽ ആക്സിസ്, ഡൗൺ വേർഡ്സ്. അപ്പം ഇതാ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാണ് തീറ്റ. അതുകൊണ്ട് തീറ്റയ്ക്ക് അടുത്തുള്ളത് Fs സൈൻ തീറ്റ, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് Fs കോസ് തീറ്റ. അപ്പോൾ ഇത്രയും ഫോഴ്സാണ് ഒരു ബാങ്ക്ഡ് റോഡിലെ കാറിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്നു mg താഴേക്ക്, അടുത്ത് n ചരിഞ്ഞിരിക്കുന്നു, രണ്ടാം സ്പ്ലിറ്റായി, n കോസ് തീറ്റ, n സൈൻ തീറ്റ, Fs ചരിഞ്ഞിരിക്കുന്നു, രണ്ടാം സ്പ്ലിറ്റായി, Fs കോസ് തീറ്റ, ഇവിടെ കോസ് തീറ്റയാണ്, Fs കോസ് തീറ്റ, ഇവിടെ Fs സൈൻ തീറ്റ, തീറ്റയ്ക്ക് അടുത്തുള്ളത് കോസ് തീറ്റ. ഇത്രയാണ്. ഇനി ഒരു ഫോഴ്സ് ഏതാണ്, ടേൺ ചെയ്യാനുള്ള ഫോഴ്സ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞു, സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. ടുവേഡ്സ് എന്താണ് ആ ടേണിങ്ങിലോട്ട്, mv²/r. ഇവിടെ ആയിട്ടാണ് വരുന്നത്, mv²/r. mv²/r മുകളിലോട്ട് ടേൺ ചെയ്യാം. ഇത്രയാണ് ഇതിലെ ഫോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഫിഗർ വെച്ചാണ് ബാക്കി പറയുന്നത്. ഈ ഫിഗർ വരയ്ക്ക് കറക്റ്റായിട്ട് പഠിക്കുക, ബാക്കി എളുപ്പമാണ്. ഫസ്റ്റ് ഞാൻ വെർട്ടിക്കൽ ആക്സ് നോക്കുകയാണ്. വെർട്ടിക്കൽ ആക്സ് നോക്കുമ്പം മുകളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. മുകളിലുള്ളത് n കോസ് തീറ്റ, താഴെ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക, Fs സൈൻ തീറ്റയും mg. അപ്പോൾ ഇവിടെ ഉള്ളത് മുകളിലുള്ളത് n കോസ് തീറ്റ, താഴെയുള്ളത് എന്തൊക്കെയുണ്ട്, Fs സൈൻ തീറ്റ ഉണ്ട്, mg ഉണ്ട്. ഇത് രണ്ടും ഒരേ ഡയറക്ഷനില്ലേ, നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് താഴോട്ടുള്ളതാണ്. ഇത് ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. ഇത് ടോട്ടൽ എന്താണ്, അപ്വേർഡ് ഫോഴ്സ് ആണ്. രണ്ടും ഈക്വലാണ്. എന്തുകൊണ്ട് ഈക്വൽ എന്ന് പറയുന്നു? ഈക്വൽ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കാറ് മുകളിലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യുന്നില്ല. അതിൻ്റെ മീനിങ് എന്താണ്, മുകളിലെത്തെയും താഴത്തെ ഫോഴ്സ് ഈക്വലാണ്. ഇപ്പോൾ ഇതാ ഈ സാധനം ഒരാൾ മുകളിലോട്ട് വലിക്കുന്നു, ഒരാൾ താഴോട്ട് വലിക്കുന്നു. ഇത് അനങ്ങാതെ നിൽക്കുകയാണ്. അതിൻ്റെ മീനിങ് എന്താ, മുകളിലത്തെയും താഴത്തെയും ഫോഴ്സ് ഈക്വൽ എന്നാണ് മീനിങ്. അപ്പോൾ കാറ് മുകളിലോട്ടോ താഴോട്ടോ പോകുന്നില്ല. അതിൻ്റെ മീനിങ് upward force is equal to downward force.
എവിടെ നിന്ന് എഫ് എസിന് വാല്യൂ കൊടുത്തു. എൻ കോസ് തീറ്റ ഈക്വൽ ടു എഫ് എസിന് സ്ഥാനത്ത് മ്യൂ എസ് എൻ ബാക്കി സൈൻ തീറ്റ പ്ലസ് എം ജി. ഇതിപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പം എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് എൻ സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. ഇതിപ്പുറത്ത് വരുമ്പോൾ മൈനസായി. രണ്ടിലും എൻ കോമൺ ആണ്. എൻ എടുത്തു. ഇവിടെ നിന്ന് എൻ പോകുമ്പോൾ ബാക്കിയുള്ളത് കോസ് തീറ്റ മൈനസ് ഇവിടെ നിന്ന് എൻ പോകുമ്പോൾ ബാക്കിയുള്ളത് മ്യൂ എസ് സൈൻ തീറ്റ. എൻ പോയി കോസ് തീറ്റ, ഇവിടെ എൻ പോയി മ്യൂ എസ് സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. എനിക്ക് എൻ ആണ് കാണേണ്ടത്. ഇത് ഇപ്പുറത്ത് പോയി. ഇവിടെ ഇൻറ്റു ആണ്, അപ്പുറത്തുമ്പോൾ ഡിവൈഡ് ബൈ ആയി. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എം ജി ദ ഹോൾ ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ഇക്വേഷൻ 1. ഇത്രയാണ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ്. ഇക്വേഷൻ 1. നെക്സ്റ്റ് നമ്മൾ ഇനി ഹൊറിസോണ്ടൽ ആക്സ് നോക്കും. ഹൊറിസോണ്ടൽ ആക്സ് നോക്കുമ്പോഴേക്കും ഇവിടെ ഉള്ളത് എൻ സൈൻ തീറ്റ, അതേ ഡയറക്ഷനിൽ എഫ് എസ് കോസ് തീറ്റ ഉണ്ട്. അപ്പുറത്തുള്ളത് എം വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ അടുത്ത എന്താ വരുന്നത്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈഡുള്ളത് എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു, ഈ സൈഡ് വേറെ ഫോഴ്സ് ഒന്നുമില്ല, ഈക്വൽ ടു ഇപ്പുറത്ത് എന്തൊക്കെയുള്ളത് എൻ സൈൻ തീറ്റ പ്ലസ് കൂടെ എന്തുകൊണ്ട് എഫ് എസ് കോസ് തീറ്റ. ഇനി എഫ് എസ് കോസ് എന്ത് കൊടുക്കാം? മ്യൂ എസ് എൻ എന്ന് കൊടുക്കാം. അപ്പോൾ അവിടെ വരുന്നത് എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് എൻ കോസ് തീറ്റ. മ്യൂ എസ് എൻ കോസ് തീറ്റ. അപ്പോൾ ഈ സൈഡ് നോക്കുമ്പം രണ്ടിടത്ത് എന്ത് വരുന്നുണ്ട്? എൻ വരുന്നുണ്ട്. എൻ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ എടുക്കാം, പുറത്തെടുക്കാം. അപ്പോൾ ബാക്കി വരുന്നത് എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു, ഇവിടെ രണ്ടിടത്ത് എൻ കോമൺ ഉണ്ട്, എൻ അങ്ങ് പുറത്തെടുത്തു, ബാക്കി എൻ പുറത്തെടുത്തു. ബാക്കി ഇവിടെ എൻ പോയാൽ ബാക്കിയുള്ളത് സൈൻ തീറ്റ പ്ലസ് ഇവിടെ നിന്ന് എൻ പോയാൽ ബാക്കിയുള്ളത് മ്യൂ എസ് കോസ് തീറ്റ. അപ്പം ഫസ്റ്റ് സൈൻ തീറ്റ പ്ലസ് 2 മ്യൂ എസ് കോസ് തീറ്റ. ഇക്വേഷൻ 2. ഇക്വേഷൻ 2. ഇനി 1ൻ്റെ വാല്യൂ എടുത്ത് 2ൽ കൊടുക്കുക. അപ്പോൾ എല്ലാം കട്ടായി പോകും. 1ൻ്റെ വാല്യൂ എടുത്ത് എന്ത് ചെയ്യുക? 2 കൊടുക്കുക. അപ്പം പുട്ട് 1 ഇൻ എന്താണ് 2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്താ കിട്ടുന്നത്? ഇവിടെ എന്തുണ്ട്? എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു എൻ്റെ സ്ഥാനത്ത് ഇത് അതുപോലെ എടുത്ത് അവിടെ എഴുതണം. അപ്പോൾ എന്ത് വരും? എം ജി മുകളിൽ എം ജി, മുകളിൽ എം ജി, പിന്നെ മുകളിൽ എന്തുണ്ട് കൂടെ? സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ മുകളിലുണ്ട്. പിന്നെ ഡിനോമിനേറ്റർ ഇവിടെ ഒന്ന് ബാക്കിയുണ്ട്. എൻ്റെ ബാക്കി കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ. കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ. രണ്ടിടത്ത് ഒരു എം ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. എനിക്ക് വി ആണ് വേണ്ടത്, ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? വി സ്ക്വയർ ഈക്വൽ ടു ആർ ജി, വേണം ഇവിടെ മാക്സ് എന്ന് എഴുതാം കേട്ടോ, വി മാക്സ് ആർ ജി സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ. ഇനി നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ മുകളിലും താഴെ എല്ലാ ടൈമിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡിവൈഡിങ് ബൈ കോസ് തീറ്റ. അപ്പോൾ എന്താ കിട്ടുന്നത്? വി സ്ക്വയർ ഈക്വൽ ടു ആർ ജി ഇൻറ്റു ഇതെവിടെ സൈൻ തീറ്റ, അത് ഡിവൈഡ് ബൈ എന്താണ് കോസ് തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ എന്താണ് കോസ് തീറ്റ. താഴെയും കോസ് തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പം മുകളിലും താഴെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് തീറ്റ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തു. ഇവിടെ കിട്ടും വി സ്ക്വയർ ഈക്വൽ ടു ആർ ജി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. ടാൻ തീറ്റ പ്ലസ് ഇവിടെ കോസ് തീറ്റ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തേ ഉള്ളൂ? മ്യൂ എസ് ഹോൾ ഡിവൈഡ് ബൈ കോസ് തീറ്റ ബൈ കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് 1. ഇവിടെ 1 ഉണ്ട്. 1 ഇൻറ്റു മ്യൂ എസ് ആണ് എന്തായത്? മ്യൂ എസ്. ഇവിടെ എന്തായി?
1 മൈനസ് ഇവിടെ മ്യൂ എസ്, ഇവിടെ എന്താ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. വി സ്ക്വയർ കിട്ടി. വി ആണ് കാണാൻ പറഞ്ഞെങ്കിലോ എന്ത് ചെയ്യുക, സ്ക്വയർ റൂട്ട് കാണും. സ്ക്വയർ റൂട്ട് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും, വി കിട്ടും. അപ്പോൾ ഇതാണ് ബാങ്ക് റോഡിലെ വി ആണുള്ള ഫോർമുല. ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. നമ്മളിവിടെ ഫ്രിക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എൻഡിൽ ചോദിക്കാം. ഒന്ന്, ബാങ്ക് റോഡിലെ മാക്സിമം വെലോസിറ്റി കാണും. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാൻ പറയും, ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യേണ്ടെന്നും പറയും. കൺസിഡർ ചെയ്യാൻ പറഞ്ഞാൽ ജനറലായിട്ട് ചോദിക്കുമ്പോൾ കൺസിഡർ ചെയ്യണം, ഇതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ. എടുത്ത് പറയുന്നു എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതിയിട്ട് ഈ സ്റ്റെപ്പ് ഒന്ന് വായിക്കുകയാണ്. ഇത്ര എഴുതിയിട്ട് ഫ്രിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മ്യൂ എസിൻ്റെ വാല്യൂ 0 കൊടുക്കുക. മ്യൂ എസ് 0 കൊടുക്കുക. അപ്പോൾ മ്യൂ എസ് 0 ഇക്വേഷൻ എന്തായി മാറും, വി ഈസ് ഈക്വൽ ടു ഇതെവിടെ മുകളിൽ റൂട്ട് ഓഫ് മ്യൂ എസ് 0. അപ്പോൾ ഇത് 0 ആയിട്ട് പോയേ. അപ്പോൾ മുകളിൽ എന്തേ ഉള്ളൂ, ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. ഇനി താഴെ മ്യൂ എസ് 0 അല്ലേ, അപ്പോൾ ഇത് 0 ആയിട്ട് പോയി, ഇത് 0, ബാക്കി എത്ര ഉള്ളൂ, 1 ഉള്ളൂ. അപ്പോൾ എന്താ കിട്ടുന്നത്, റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് കിട്ടും. ആർ ജി ടാൻ തീറ്റ. ഇതാണ് വിത്തൗട്ട് ഫ്രിക്ഷൻ. ഇത് വിത്ത് ഫ്രിക്ഷൻ, ഇതെന്താണ് വിത്തൗട്ട് ഫ്രിക്ഷൻ. രണ്ടും ചോദിക്കാം, 3 മാർക്ക് ചോദിക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഴുതി പഠിച്ചേ പറ്റൂ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാങ്കിങ് ഓഫ് ഫ്രോഡിലെ മാക്സിമം വെലോസിറ്റി കാണുള്ളൂ. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.